അപ്പം മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരു വാക്കുണ്ടായി, പൂജ. പൂവ്, ജപം, ഈ രണ്ട് വാക്കുകളുടെ ആദ്യക്ഷരം ചേർത്ത് പൂജ. അത്ഭുതകരമായി ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന നൃത്തങ്ങളും പാട്ടുകളും ഉണ്ടാവാൻ തുടങ്ങി. ഇവിടെയാണ് സനാതനധർമ്മം ലോകത്തിന് കൊടുത്ത അത്ഭുതാവഹമായ ഒരു കണ്ടുപിടുത്തം. അതെന്താണ്? കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതം പോലുള്ള വലിയ സംഗീതങ്ങളുണ്ടായി. അതിൻ്റെ ആരോഹണവും അവരോഹണവും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 64,000 രാഗങ്ങളുണ്ടായി. കർണാടക സംഗീത രാഗങ്ങളുണ്ടായി. ലോകത്തിന് ശബ്ദങ്ങളുടെ അത്ഭുത പ്രപഞ്ചം ഉണ്ടാക്കി. ഭക്തിയുടെ ഭാഗമായി ഉണ്ടായ കർണാടക സംഗീതം, ദൈവത്തെയും ദേവിയെയും സ്തുതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗാനം, സംഗീതം ശങ്കര എന്ന് പറഞ്ഞങ്ങോട്ട് പാടുകയാണ്. ശങ്കരാഭരണത്തിലെ പ്രസിദ്ധമായ പാട്ടാണ് നാദശരീര പര. അപ്പോൾ ഭക്തിയെ, ആത്മീയതയെ മറ്റുള്ളവർ വെറുതെ അധരവ്യാപനം ചെയ്തപ്പോൾ ഹിന്ദുക്കൾ വളരെ ഭംഗിയായിട്ട് 5 ഫോംസിൽ ഭക്തി കൊണ്ട് ആരാധിക്കുക, യാഗവും യജ്ഞവും നടത്തുക. ലോകത്തിൽ ഒരു മതത്തിനും പറ്റിയിട്ടില്ല ഇങ്ങനെ ഭക്തി ഉണ്ടാക്കാൻ, ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ. അതാണ് ഹിന്ദുക്കളുടെ ആത്മീയതയുടെ വലിയ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മൾ ഈശ്വരൻ ഒന്നാണ്, ജീവാത്മ പരമാത്മ ഒന്ന് തന്നെയാണ്, അദ്വൈതമാണ്. അപ്പോൾ വി ഡി നോട്ട് സെർച്ച് ഇൻ ഗോഡ്. നമ്മൾ ഈശ്വരനെ റിയലൈസ് ചെയ്താൽ മതി, ഈശ്വരനെ തേടാനും പിടിക്കാനൊന്നും പോകണ്ട. അപ്പം മതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ കൂടെ പോയ ഹിന്ദു മതത്തിലെ ആചാരമാണല്ലോ സാർ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. യേശു സഹാറയിലാണെങ്കിൽ വെള്ളം കൊണ്ട് തലയൊഴിക്കുന്ന മാംസം ഉണ്ടാക്കാൻ പറ്റുമോ? അന്റാർട്ടിക്കയിലാണെങ്കിൽ മഞ്ഞ് വാരി തലയിലിട്ട് മാംസം വെക്കാൻ പറ്റുമോ? അപ്പോൾ പൂക്കളുള്ള രാജ്യം ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ പൂക്കൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. ഗ്രീൻലൻഡിൽ പൂക്കളില്ല, പൂക്കൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ അവൻ അവൈലബിളായ സാധനം വെച്ച് അവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ബ്ലെസ്സിങ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? അത് വളരെ വിശാലമായൊരു ചോദ്യമാണ്. നമ്മൾ ചൈനയിലെ ഹൊയാങ്ഹോ ആൻഡ് യാങ്സി നദീര തീരത്ത് ചൈനീസ് സംസ്കാരം. അപ്പം നദീതീര സംസ്കാരങ്ങൾ ജീവിച്ചവൻ, ഈ നദിയാണ് അവൻ്റെ ജീവൻ. അതുകൊണ്ട് അവൻ വെള്ളത്തിലിറങ്ങി, അവൻ ആചമിച്ച് കൈയും കാലും കഴുകി വെള്ളം കയ്യിലെടുത്ത് ഈശ്വരനെ വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് വർഷിപ്പ് വിത്ത് ഫയർ, വാട്ടർ എന്ന് പറയുന്നത്. മൂന്നാമത് മനുഷ്യൻ എന്ത് ചെയ്തു? മൂന്നാമത് മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായ സാധനം എന്താണ്? അത് പുഷ്പമാണ്, പൂക്കളാണ്. അതുകൊണ്ട് പൂക്കൾ പറിച്ച് അത് ഉപയോഗിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുക. അവൻ പൂക്കൾ കൊണ്ട് ഹാരം ഉണ്ടാക്കി ഈശ്വരൻ്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുത്തു. കല്യാണം കഴിക്കും, ചെറുക്കനൊരു മാല പെണ്ണിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും, പെണ്ണൊരു മാല ചെറുക്കൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും. ഭഗവാനെ എഴുന്നള്ളിക്കുമ്പം പൂവിൻ്റെ ഇതളുകൾ കൊണ്ടുവന്ന് അത് വാരി വിതറി അതിൻ്റെ മുകളിൽ കൂടെ ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകാൻ. പത്മനാഭസ്വാമി എഴുന്നള്ളിച്ചുകൊണ്ട് ശംഖുമുഖത്ത് പോവാണ്. എത്ര ടൺ പൂക്കളാണെന്നറിയോ ഇങ്ങനെ വാരി വിതറി കൊണ്ടുവന്ന്. അപ്പം മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരു വാക്കുണ്ടായി, പൂജ. പൂവ്, ജപം, ഈ രണ്ട് വാക്കുകളുടെ ആദ്യക്ഷരം ചേർത്ത് പൂജ. പൂജ ചെയ്യുക, അതായത് പൂക്കൾ ഉപയോഗിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുക. പൂവ് കൊണ്ട് ജപിച്ച് പ്രാർത്ഥിക്കുക, പൂവ, ജപം, പൂജ ഉണ്ടായി. നാലാമത് മനുഷ്യൻ എന്ത് ചെയ്തു? അവൻ കാർഷിക വ്യവസ്ഥയാണ്. ആദ്യമായി ഈശ്വരൻ തരുന്ന പ്രോഡക്റ്റ് മുഴുവൻ ദൈവത്തിനുള്ളതാണെന്ന് അവൻ കരുതി. ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എടുത്തിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുക. നെല്ല് കൃഷി ചെയ്തു. ആദ്യത്തെ നെല്ല് എന്ത് ചെയ്തു? അവൻ ഭഗവാന് കൊടുക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പുത്തരിക്കണ്ട മൈതാനം, തൊട്ടപ്പുറത്ത് പുത്തരിക്കണ്ട മൈതാനമാണ്. ആ പുത്തരിക്കണ്ട മൈതാനത്തിൽ കൃഷി ചെയ്ത നെല്ല് അതിനകത്തുനിന്ന് അരി കൊണ്ടുവന്ന് ഭഗവാന് കൊടുത്തെങ്കിലേ പത്മനാഭസ്വാമി പൂജിക്കാൻ പറ്റുമോ? 10 ഏക്കറുള്ള പുത്തരിക്കണ്ട മൈതാനം ബാക്കിയെല്ലാം മനുഷ്യർ കയ്യേറി. അവസാനം ഒരു 1.5 ഏക്കർ ബാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടെങ്കിലും കൃഷി ചെയ്തെങ്കിലേ ഈ പുത്തരി കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. പുത്തരിക്കണ്ട മൈതാനത്തിൽ നിന്ന് പുത്തരി കൊണ്ട് കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കുകയാണ്. ആദ്യ ഫലം കൊണ്ട് ദൈവത്തിന് കൊടുക്കുകയാണ്. എങ്ങനെ? അഗ്രികൾച്ചർ പ്രൊഡ്യൂസറിന് പ്രാർത്ഥിക്കുകയാണ്. അഞ്ചാമത് എന്ത് ചെയ്തു? മനുഷ്യൻ എന്ത് ചെയ്തു? പാട്ട് പാടി നൃത്തം ചവിട്ടി ദൈവത്തെ സന്തോഷിപ്പിക്കുകയാണ്. ദൈവത്തിന് സംഗീതം വലിയ ഇഷ്ടമാണ്. രാവിലെ പത്മനാഭസ്വാമി ഉണരണമെങ്കിൽ ഉണർത്തു പാട്ട് ചൊല്ലണം. ഇരയമ്മൻ തമ്പ് എഴുതിയുണ്ടാക്കിയ പത്മനാഭ കീർത്തനം ചൊല്ലിയെങ്കിലേ ഭഗവാൻ ഉണരൂ. അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിച്ചാൽ ഇരയമ്മൻ ജനിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അങ്ങനെ ഉണർന്നൊന്നും ചോദിച്ചുള്ളത്, അങ്ങനെ ചോദ്യത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഉണർത്തു പാട്ട് പാടുമ്പം ഭഗവാൻ ഉണരും. അയ്യപ്പ ഭഗവാൻ രാത്രി ഉറങ്ങണം. അപ്പോൾ എന്തു ചെയ്യും? ഹരിവരാസനം പാടും. ഹരിവരാസനം പാടുമ്പോൾ അയ്യപ്പ ഭഗവാൻ ഉറങ്ങും, പിന്നെ അടിക്കുകയാണ്. മനുഷ്യനെപ്പോലെ ഉണരുകയും ചെയ്യുന്ന സംഗീതം കേട്ടാൽ ഇഷ്ടമുള്ള ഭഗവാനും ഭഗവതി എന്നുള്ള സങ്കല്പമുണ്ടായി. അതുകൊണ്ട് എന്ത് പറ്റി? മഹത്തായ കീർത്തനങ്ങളുണ്ടായി. പാട്ട് പാടി സ്തുതിച്ചങ്ങോട്ട് കീർത്തനം പാടി ദൈവത്തെ സന്തോഷിപ്പിക്കുക. ഇനി ദൈവത്തിന് ഡാൻസ് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? എല്ലാ ക്ഷേത്രങ്ങളിലും ഡാൻസാണ്. അപ്പോൾ മിക്ക ക്ഷേത്രങ്ങളിലും ദേവദാസി സങ്കല്പമുണ്ട്. അവിടെ താമസിച്ച് ഡാൻസ് ചെയ്ത് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ദേവദാസികളുണ്ടായിരുന്നു. പിന്നെ അത് ഇച്ചിരി പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിപ്പോയി. എങ്കിലും ജീവിതം മുഴുവൻ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദേവദാസികളുണ്ടായി. ആ നൃത്തം ഉണ്ടായി. ആ നൃത്തത്തിൻ്റെ വലിയ ഭാവം ഉണ്ടായി.
ഇവിടെയാണ് അത്ഭുതകരമായ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന നൃത്തങ്ങളും പാട്ടുകളും ഉണ്ടാവാൻ തുടങ്ങി. ഇവിടെയാണ് സനാതനധർമ്മം ലോകത്തിന് കൊടുത്ത അത്ഭുതാവഹമായൊരു കണ്ടുപിടുത്തം. അതെന്താണ്? കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും പോലുള്ള വലിയ സംഗീതങ്ങളുണ്ടായി. മനുഷ്യൻ സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദപേടകം ചലിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്തു? 420 രാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ആരോഹണവും അവരോഹണവും അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 64,000 രാഗങ്ങളുണ്ടായി. കർണാടക സംഗീത രാഗങ്ങളുണ്ടായി. അപ്പോൾ ഭഗവാൻ പരമശിവൻ്റെ കഴുത്തിൽ കിടക്കുകയാണ് ശങ്കരാഭരണം, അല്ലെങ്കിൽ വാസുകി കിടക്കുകയാണ്. ആ വാസുകിയുടെ പത്തി മേപ്പോട്ടും കീപ്പോട്ടും ഇങ്ങനെ പത്തി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും ഈ പാമ്പ്. ആ പത്തി മേപ്പോട്ടും കീപ്പോട്ടും വരുന്ന ആരോഹണവും അവരോഹണവും ഒരു രാഗമായി മാറി. വാസുകി ശങ്കരൻ്റെ കഴുത്തിൽ കിടക്കേണ്ട ശങ്കരാഭരണം എന്ന രാഗത്തെ വിളിച്ചു. ശങ്കരാഭരണം, അങ്ങനെ ഇന്ദോളം, ഇങ്ങനെ ഓരോരോ രാഗങ്ങളാണ്. സുന്ദരമായ രാഗങ്ങളിലൂടെ ഭഗവാൻ ആസ്വദിച്ചു. ലോകത്തിന് ശബ്ദങ്ങളുടെ അത്ഭുത പ്രപഞ്ചം ഉണ്ടാക്കി. ഭക്തിയുടെ ഭാഗമായി ഉണ്ടായ കർണാടക സംഗീതം, ദൈവത്തെയും ദേവിയെയും സ്തുതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗാനം, സംഗീതം വലിയൊരു ശാസ്ത്രമായി മാറി. കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും ഒക്കെ. നൃത്തം ഗംഭീരമായ ഫോമായി. ഭഗവാൻ പരമശിവൻ നൃത്തം ചവിട്ടാണ്. നൃത്തം ചവിട്ടുമ്പോൾ ആ നൃത്തം താണ്ഡവ നൃത്തം അങ്ങോട്ട് ആടുകയാണ്. നിങ്ങൾ ചിദംബരം ക്ഷേത്രത്തിൽ ചെല്ലുമ്പം നൃത്തമാണ്. അപ്പോൾ ഭഗവാന്റെ കൈയും കാലും ഓരോ ഡിഗ്രി മാറ്റിക്കൊണ്ടിരുന്നാൽ 64,000 ഫോംസാണ് ശിവതാണ്ഡവത്തിനുണ്ടാവുക. അപ്പോൾ അങ്ങനെ നൃത്തം വേർതിരിച്ചു. മണിപ്പൂർ നൃത്തം വേറെ, കുച്ചിപ്പുടി നൃത്തം വേറെ, ഇങ്ങനെ 64 പ്രസിദ്ധമായ നൃത്തങ്ങളുണ്ടാക്കി. ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഭക്തിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ആ നൃത്തം അങ്ങോട്ട് ചവിട്ടി അവൻ ആനന്ദ ലഹരിയിൽ ആടുകയാണ്. ഭഗവാനെ സ്തുതിക്കുമ്പം ഭൂമി കിട്ടാത്തൊരു സന്തോഷം ആരാധനയുടെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഭക്തിയുടെ ആത്മീയതയുടെ ഭാഗമായി അവൻ നൃത്തം ആടി അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. ത്രിവേണി സംഗമത്തിൽ ഞാൻ ചെന്നപ്പോൾ നൃത്തം ചവിട്ടി അവന് വസ്ത്രവും ഒരു കുന്തവും ഇല്ല. പൂർണ്ണ നഗ്നനായിട്ട് ഇന്നങ്ങ് ചവിട്ടുവാണ്. അവൻ അറിയുന്നില്ല അവൻ്റെ വസ്ത്രമെല്ലാം പോയെന്നുള്ളത്. സന്തോഷ ആനന്ദ ലഹരിയിൽ ആടുകയാണ് ആ നൃത്തഭാവത്തിൽ. അങ്ങനെ ഇന്ത്യക്ക്, ലോകത്തിന് കേരളം ഒരു നൃത്തം കൊടുത്തു. മറ്റാരും കണ്ടുപിടിക്കാത്ത നൃത്തം, മോഹിനിയാട്ടം. അയ്യപ്പ ഭഗവാൻ മോഹിനിയിൽ ജനിച്ച കുട്ടിയായതുകൊണ്ട് അയ്യപ്പനെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊരു നൃത്തം കണ്ടുപിടിച്ചു, മോഹിനിയാട്ടം. ഇന്ത്യക്ക് മുഴുവൻ ഭരതനാട്യം ഉണ്ടായിരുന്നു. കേരളം ലോകത്തിന് കൊടുത്തതാണ് മോഹിനിയാട്ടം. എന്തിനാണ് ഉണ്ടായ? ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. മറ്റുള്ള ആളുകൾ വാഗുകൊണ്ട് മാത്രം അധരവ്യായാമം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഹിന്ദുക്കൾ ആത്മീയതയുടെ ഭാഗമായി, ഭക്തിയുടെ ഭാഗമായി നൃത്തം ചവിട്ടി കർണാടക സംഗീതം വെച്ച് പാടി അങ്ങോട്ട് സ്തുതിക്കുകയാണ്. അപ്പം ശങ്കര എന്ന് പറഞ്ഞങ്ങോട്ട് പാടുകയാണ്. ശങ്കരാഭരണത്തിലെ പ്രസിദ്ധമായ പാട്ടാണ്. നാദശരീരാപര, സംഗീതം കൊണ്ട് രൂപം ഉണ്ടാക്കിയ ഭഗവാനെ. ഈ ഓരോ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, എത്ര ഭംഗിയായിട്ടാണ് ഭഗവാനെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഭക്തിയെ, ആത്മീയതയെ മറ്റുള്ളവർ വെറുതെ അധരവ്യായാമം ചെയ്തപ്പോൾ ഹിന്ദുക്കൾ വളരെ ഭംഗിയായിട്ട് 5 ഫോംസിൽ അഗ്നി കൊണ്ട് ആരാധിക്കുക, യാഗവും യജ്ഞവും നടത്തുക, അവർ വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, പൂക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, അവസാനം നൃത്തവും സംഗീതവും കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതി വെച്ച പ്രാർത്ഥനകളെ കാണാതെ പഠിച്ച് അങ്ങോട്ട് ചൊല്ലുകയാണ്. അപ്പോൾ ഋഗ്വേദം മുഴുവൻ കാണാതെ പഠിച്ചു ചൊല്ലാനായിട്ട്. അപ്പോൾ അതിരാത്രത്തിൽ അങ്ങോട്ട് ചെല്ലുമ്പം മന്ത്രം ചൊല്ലുകയാണ്. 6000 കൊല്ലത്തിന് മുമ്പ് സൈന്ധവനദി തീരത്തിൽ പാടിയ മന്ത്രം, ഒരു വാക്ക് ഉച്ചാരണം തെറ്റാതെ 5000 വർഷം ശേഷം ഞാൻ അതിരാത്രം കാണാൻ ചെല്ലുമ്പോൾ അതേ രംഗത്തിൽ പാടാണ്. ഒരു പുസ്തകം വേണ്ട, ഒരു പ്രിൻ്റഡ് ബുക്കും വേണ്ട, ഓർമ്മ കൊണ്ട് ശ്രുതിയും സ്മൃതിയുമായിട്ട് അവർ ഓർത്തിരുന്നിട്ട് 5000 years later സെയിം ടോൺ, സെയിം രാഗം, ഒരു വ്യത്യാസമില്ലാതെ പാടുകയാണ്. ആ മന്ത്രം അവിടെ പാടുകയാണ്. ലോകത്തിൽ ഒരു മതത്തിനും പറ്റിയിട്ടില്ല ഇങ്ങനെ ഭക്തി ഉണ്ടാക്കാൻ, ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ. അതാണ് ഹിന്ദുക്കളുടെ ആത്മീയതയുടെ വലിയ അത്ഭുതം എന്ന് പറയുന്നത്. അതിന് അങ്ങേയറ്റത്തോട്ടെത്തി. അലക്സാണ്ടർ സാർ, നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ ഡിബേറ്റിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് സാറിനോട് ചോദിക്കാൻ നിരവധി ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പെർമിഷൻ സാർ തരണം. അതായത് ഒരു സിനിമ കണ്ട് തീരുന്ന സമയം വരെ തീരരുതേ എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ആണോ അല്ലയോ? അങ്ങനെ നല്ലൊരു കൈയോടെ കൊടുക്കാമോ സാറിന്? ബാക്കിയുള്ള ആചാര്യന്മാർക്കും സംസാരിക്കാനുള്ളൊരു സമയം ഉള്ളത് കൊണ്ട് സാറിനോട് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചുകൊണ്ട്. അപ്പോഴേ ഈ ആത്മീയത അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യക്കാർ, ഹിന്ദുക്കൾ കണ്ടുപിടിച്ച ഭക്തി അല്ലെങ്കിൽ ആത്മീയത. ഈശ്വരൻ ആരെന്നുള്ള ഡെഫിനിഷൻ തന്നെ മറ്റൊരു മതവും കണ്ടുപിടിക്കാത്തൊരു ഡെഫിനിഷനാണ്
സനാതനധർമ്മം കണ്ടുപിടിച്ച ഡെഫിനിഷൻ. അവർക്ക് ലോകത്തെ മനസ്സിലായി. സമുദ്രങ്ങൾ, ശാസ്ത്രം മകളിൻ്റെ കാലം എത്തിയപ്പോഴാണ് 7 ഓഷ്യൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്. 4000 വർഷത്തിന് മുമ്പ് നമുക്ക് സാഗരങ്ങൾ കൃത്യമായിട്ട് അറിയായിരുന്നു. ലോകത്തിൽ 7 ഭൂഖണ്ഡമായിരുന്നു. ബാക്കിയുള്ള നദീര സംസ്കാരങ്ങൾക്ക് 1-2 ഭൂഖണ്ഡം മാത്രമേ അറിയത്തുള്ളായിരുന്നു. ആഫ്രിക്ക, ഏഷ്യ അറിയായിരുന്നു, വേറെ ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ 4000 വർഷത്തിന് മുമ്പ് ലോകത്തിൽ 7 ഭൂഖണ്ഡം ഉണ്ടെന്നും ഭൂഖണ്ഡങ്ങളാണെന്നും അതിനെ കൃത്യമായി വിളിച്ചു സനാതനധർമ്മം. ലോകത്തിൽ ആർക്കും പറ്റിയിട്ടില്ല. മറ്റ് സമുദായങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ട്രില്യൺ, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ എന്ന് എണ്ണി 10⁻20 വരെ എണ്ണാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾ എന്ത് ചെയ്തു? 10⁻50 50 പൂജ്യം ഇടുന്ന വെള്ളം വരെ എത്തി. ശംഖ്, മഹാശംഖ്, ഓഘം, മഹാഓഘ് തൊട്ട് വെള്ളം വരെ എത്തി. കൗണ്ടിങ് വളരെ ഭംഗിയായിരുന്നു. പൈ കണ്ടുപിടിക്കാൻ പൈതാഗോറസിൻ്റെ കാലം എടുത്തവർ. നമ്മൾ 4500 കൊല്ലത്തിന് മുമ്പ് പൈ 3.1416 ഇൻറ്റു 50 ഡെസിമൽ സിസ്റ്റം വരെ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ഡെസിമൽ ശാസ്ത്രം എടുത്തു. ഓരോന്നിനെടുത്ത് അപഗ്രഹിച്ച ശേഷം ഓരോന്നിലും ഈശ്വരനെ കണ്ടെത്താനായിട്ട് കണാദ മഹർഷി എത്തുമ്പോഴേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോയി. ഏറ്റവും കേന്ദ്രത്തിലിരിക്കുന്ന ഈശ്വരൻ എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തി. അങ്ങനെ മനുഷ്യനെ വാഗൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് മാത്രമല്ല, ജീവാത്മാവ് പരമാത്മാവ് ലയിക്കാനുള്ള ആത്മീയതയെ മനസ്സിലാക്കി വളരെ ഭംഗിയായി മോക്ഷം എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് ആ മോക്ഷത്തിലേക്ക് എത്തുന്ന മാർഗത്തിലേക്ക് സനാതനധർമ്മത്തിൻ്റെ ആത്മീയത എത്തിച്ചേർന്നു. ഈ ആത്മീയത മറ്റു മതങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ സംഗതി ആ ഭംഗിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിരിക്കണം. അപ്പോഴാണ് ആത്മീയത, ഈശ്വരോത്മ യാത്ര ചെയ്യാൻ പോകുന്ന അർത്ഥം, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് 8 എണ്ണം, ഇതൊക്കെ ഹിന്ദുക്കൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അവരുടെ ഓരോ യാഗവും ഓരോ മന്ത്രവും ഓരോ പുസ്തകവും വളരെ ഭംഗിയായിട്ട് നമ്മളെ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ആ ഫോം എന്താണെന്ന് വളരെ ഭംഗിയായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തു ഹിന്ദുക്കൾ. അതുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനെ കാണാൻ ചെന്നപ്പം യുധിഷ്ഠിരൻ എന്തോ കുറച്ചുകൊണ്ടിരിക്കുക. അന്ന് കപ്പലണ്ടി ഒന്നുമില്ല, പോർച്ചുഗീസുകാരല്ലേ കപ്പലണ്ടി കൊണ്ടുവന്ന്. ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര ഇന്നത്തെ ദിവസം എന്തോ നിനക്ക് അറിഞ്ഞൂടെ? യുധിഷ്ഠിരൻ ചോദിച്ചു, ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താണ്? ഇന്ന് നാഗപഞ്ചമിയാണ് യുധിഷ്ഠിര, നിനക്ക് നാഗം എന്താണെന്ന് അറിയാമോ? എന്ന് തുടങ്ങി നാഗം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി, നാഗപഞ്ചമി എങ്ങനെ ആഘോഷിക്കണമെന്ന് മനസ്സിലാക്കി, കൃത്യമായി നാഗാരാധന എന്താണ്. നാഗം എന്ന് പറഞ്ഞാൽ മൂർഖമാമല കേട്ടോ. നാഗം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ രഹസ്യമാണ്. നമ്മുടെ സ്പേം ഇരിക്കുന്നത് നാഗത്തിൻ്റെ ഷേപ്പിലാണ്. ഗർഭത്തിലൊരു കുട്ടി ജനിച്ച 90 ദിവസം അവനിരിക്കുന്നത് നാഗത്തിൻ്റെ ഷേപ്പിലാണ്. നിങ്ങളുടെ എൻ്റെ ജീവൻ രഹസ്യമായ DNA മോളിക്കൂൾ 2 മൂർഖമ്പാമ്പ് ഇണചേരുന്ന ഷേപ്പിലാണ് DNA മോളിക്കൂൾ ഉള്ളത്. നമ്മുടെ ശരീരത്തിലുള്ള നെർവസ് സിസ്റ്റം നാഗത്തിൻ്റെ ഷേപ്പിലാണ്. തലച്ചോറിൻ്റെ പത്തിയും നട്ടലിനകത്തോട് സുഷുമ്നയിൽ വരുന്ന നാഗത്തിൻ്റെ ശരീരവും. നമ്മുടെ ശരീരത്തിൽ 60,000 ലക്ഷം ന്യൂറോൺസ്, ഓരോ ന്യൂറോണിൻ്റെയും സിമ്പൽ നാഗത്തിൻ്റെ ഷേപ്പിലാണ്. മെഡിക്കൽ സയൻസിൻ്റെ സിമ്പിൾ എന്താണ്? മരത്തിൽ കയറുന്ന പാമ്പാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാൽ പാമ്പ് ഇങ്ങനെ മെയിൻ ഗേറ്റ് കൂടെ കയറുന്ന കാണാം. അപ്പോൾ ഈ നാഗം എന്ന് പറഞ്ഞാൽ മുറ്റത്തോട് എഴുതുന്ന മൂർഖൻ പാമ്പല്ല, നമ്മുടെ ജീവൻ രഹസ്യമാണ്. ആ നാഗത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. നാഗപഞ്ചമി എങ്ങനെ ആഘോഷിക്കണം യുധിഷ്ഠിരനെ പറഞ്ഞു കൊടുക്കുകയാണ്. രാമായണം എഴുതിയ വാത്മീക മഹർഷി യുധിഷ്ഠിരനെ കാണാൻ വന്നപ്പോൾ യുധിഷ്ഠിരന് എന്തൊക്കെ വർത്തമാനം വന്നിട്ടിരിക്കുകയാണ്. വാത്മീക മഹർഷി ചോദിച്ചു, യുധിഷ്ഠിര നീ എന്താ ഇങ്ങനെ ഇരിക്കുന്ന? ഇന്നത്തെ ദിവസം എന്തോ നിനക്ക് അറിഞ്ഞൂടെ? യുധിഷ്ഠിരൻ ഇന്നത്തെ ദിവസം എന്തുവാ? ഇന്ന് ശിവരാത്രിയാണ് യുധിഷ്ഠിര. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ നാളെ വൈകിട്ട് 4 മണി വരെ നീ ശിവരാത്രി ആഘോഷിക്കണം. നിനക്ക് പരമശിവൻ ആരാന്നറിയാവോ? എന്നിട്ട് അനുശാസന പർവ്വം, മഹാഭാരതത്തിൽ അനുശാസന പർവ്വം 18-ാം അധ്യായം ഫുൾ പരമശിവനാണ്. 8-ാമത്തെ അധ്യായത്തിൽ പരമശിവനാണ് ഒറ്റ ശ്ലോകത്തിൽ ഡിഫൈൻ ചെയ്യാണ് വാൽമീകി. എന്നിട്ട് അനുശാസന പർവ്വം 18-ാം അധ്യായം വായിച്ചു തീരുമ്പം എന്താണ് പരമശിവൻ, ആരാണ് ഈ പരമശിവൻ? പരമശിവൻ്റെ ശിവരാത്രിയിൽ നമ്മൾ ആഘോഷിക്കുന്ന 8 മന്ത്രം എന്തൊക്കെയാണ്? എല്ലാവരും ശിവരാത്രിക്ക് ഒരേ മന്ത്രമല്ലോ ചൊല്ലുന്നത്. മക്കളില്ലാത്തവൻ സന്താനഗോപാല മന്ത്രം ചൊല്ലും, ഐശ്വര്യം വേണ്ടവൻ ശിവഗായത്രി, നോർമൽ ഗായത്രി ശിവഗായത്രി മന്ത്രം ചൊല്ലും. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് ഓരോ മനുഷ്യൻ പാടുന്ന 8 വ്യത്യസ്ത മന്ത്രം എന്തൊക്കെയാണ് അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. ലോകത്തിൽ ഒരു മതത്തിനും ഇത്ര കൃത്യമായി ഈശ്വരസങ്കല്പത്തെ വ്യാഖ്യാനിക്കാൻ, ആത്മീയതയെ വ്യാഖ്യാനിക്കാൻ, എന്താണ് ഭക്തി എന്ന് വ്യാഖ്യാനിക്കാൻ, ജീവാത്മാവ് പരമാത്മയിലേക്ക് പോകുന്ന ആ യാത്രയെപ്പറ്റി വർണ്ണിക്കാൻ ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയത, ആത്മീയത, അതിൻ്റെ ശാസ്ത്രീയതയും ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ 10-40 കൊല്ലം എടുത്ത് പഠിച്ചെങ്കിലും 1100 എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മഹത്തായ ആത്മീയതയിലേക്ക് പോകാൻ, ഈശ്വരോത്മകമായി യാത്ര ചെയ്യാൻ, ഈലോക ജീവിതത്തിന് ശേഷം ഈ ഹോളിലിരിക്കുന്ന എല്ലാവർക്കും പരമാത്മാവിൽ ലയിച്ച് മോക്ഷം കിട്ടാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്കുകൾ ഉപസംഹരിക്കും.
അലക്സാണ്ടർ സാറിനോട് ചോദ്യങ്ങളുണ്ടോ? സാറിനോട് ഇവിടെ ഒരു സംശയമുണ്ട്. മതവും ദൈവികതയും അപ്പോൾ ഒരു വഴിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് സാറ് പറഞ്ഞപ്പോൾ. അല്ല, അത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതം മതത്തിൻ്റെതായ വഴി കണ്ടുപിടിച്ചു. പക്ഷേ ഈശ്വരോത്മുഖമായി യാത്ര ചെയ്യാൻ മതം വേണ്ട. മതമില്ലാതെയും ഈശ്വരോത്മുഖമായി യാത്ര ചെയ്യാം. അപ്പോൾ ഈശ്വരൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ബുദ്ധഭഗവാനോട്. ബുദ്ധൻ പറഞ്ഞ പേര് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ഈശ്വരനെ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, നിങ്ങൾ പരമാത്മാവിനെ പ്രാർത്ഥിച്ചാൽ പോരെ. ഈശ്വരൻ്റെ പേര് വിളിക്കേണ്ട ആവശ്യം എന്താണ്? പേരെന്ന് പറയുന്ന മനുഷ്യൻ ഭാഷ ഉണ്ടാക്കിയപ്പോൾ കണ്ടുപിടിച്ചൊരു സാധനമാണ്. ഭാഷ ലോകത്തുണ്ടായിട്ട് 16,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ഈശ്വരനെ ആരാധിച്ചിരുന്നു. 35,000 വർഷത്തിന് മുമ്പുള്ള നിയാണ്ടർത്താൽ കേവ്സിൽ നമ്മൾ പോയി നോക്കുമ്പം അവിടെ ഈശ്വരോത്മുഖമായ പ്രാർത്ഥനയുടെ രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ്. 7,000 കൊല്ലത്തിന് മുമ്പുള്ള ഇടകൽ ഗുഹയിൽ ചെല്ലുമ്പം, നമ്മൾ വയനാട്ടിൽ ചെല്ലുമ്പം ഒരു താടിയുള്ള മനുഷ്യൻ സൂര്യഭഗവാനെ നോക്കി കൈ തൊഴുത്ത് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ഓർഗനൈസ്ഡ് റിലിജിയൻ തുടങ്ങിയിട്ട് 8,000 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് തന്നെ മനുഷ്യൻ ഈശ്വരനെ മനസ്സിലാക്കിയിരുന്നു, ഈശ്വരങ്കിലേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പം ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മതം വേണ്ട, ഭാഷയും വേണ്ട. അത് ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമായതിനാൽ അതെപ്പോഴും ഈശ്വരൻ തേടിക്കൊണ്ടിരിക്കും, ഭക്തിയോടുകൂടി പോയിക്കൊണ്ടേയിരിക്കും. ഒരു സത്യം, അപ്പം മതം ഒരിക്കലും ഈശ്വരൻ്റെ വഴിയല്ല എന്നുള്ളൊരു ഭാഗം എനിക്ക് തോന്നുന്നുണ്ട്. മതത്തിലൂടെ ഈശ്വരനെ തപ്പാൻ പോയിട്ട് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സനാതനധർമ്മം അതിൻ്റെ ഏറ്റവും വലുതായ വിശദീകരണം കൊടുത്തു. മതമില്ലാതെയും ഈശ്വരനെ തേടാം. ഞാൻ പറഞ്ഞത് മതത്തിൽ കൂടെ പോയിട്ട് ഈശ്വരനെ കിട്ടും എന്ന് ശരിയായ രീതിയിൽ ഉറപ്പില്ല. ഈശ്വരനെ കിട്ടാൻ പോണ്ട, നമ്മളും ഈശ്വരൻ ഒന്നാണ്. പിന്നെ ഇതിനെ കിട്ടാൻ പോന്നേ? നമ്മൾ ഈശ്വരൻ ഒന്നാണ്, ജീവാത്മാവ് പരമാത്മ ഒന്ന് തന്നെയാണ്, അദ്വൈതമാണ്. അപ്പോൾ വി ഡി നോട്ട് സെർച്ച് ഇൻ ഗോഡ്. നമ്മൾ ഈശ്വരനെ റിയലൈസ് ചെയ്താൽ മതി, ഈശ്വരനെ തേടാനും പിടിക്കാനൊന്നും പോണ്ട. അപ്പം മതം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ കൂടെ പോയ ഹിന്ദു മതത്തിലെ ആചാരമാണല്ലോ സാർ ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത്. ഈ ആചാരം എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഡിസൈൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇന്ത്യയിലെ താമര ഉണ്ടായിരുന്നു. മനുഷ്യൻ താമര വെച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പോയി. സഹാറ മരുഭൂമിയിൽ താമരയില്ല, ഗ്രീൻലൻഡിൽ താമരയില്ല. അപ്പോൾ താമര വെച്ചുള്ള ഒരു ആരാധന ഗ്രീൻലൻഡിലും ആഫ്രിക്കയിലും ഉണ്ടാവില്ല. യേശുക്രിസ്തു ജോർദാനിൻ്റെ തീരത്ത് താമസിച്ചുകൊണ്ട് വെള്ളം കോരി ഒഴിക്കുന്ന ഒരു മാമോദിസ ഉണ്ടാക്കി. യേശുക്രിസ്തു സഹാറയിലാണെങ്കിൽ വെള്ളം കൊണ്ട് തലയൊഴിക്കുന്ന മാമോസം ഉണ്ടാക്കാൻ പറ്റുമോ? അന്റാർട്ടിക്കയിലാണെങ്കിൽ മഞ്ഞ് വാരി തലയിലിട്ട് മാമോസം വെക്കാൻ പറ്റുമോ? അപ്പോൾ പൂക്കളുള്ള രാജ്യം ഇന്ത്യ. അതുകൊണ്ട് നമ്മൾ പൂക്കളുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയി. ഗ്രീൻലൻഡിൽ പൂക്കളില്ല, പൂക്കളുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അപ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന സമൂഹത്തിൽ അവൻ അവൈലബിളായ സാധനം വെച്ച് അവൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ആചാരം മാത്രമേ കറക്റ്റുള്ളൂ, മറ്റവൻ്റെ ആചാരം കറക്റ്റല്ല എന്ന് പറയുമ്പോഴാണ് നമ്മുടെ കുഴപ്പം. ആചാരം അവന് കിട്ടുന്ന സാധനങ്ങളുണ്ട്. പൂക്കളുള്ള സ്ഥലത്ത് പൂക്കളുകൊണ്ട് പ്രാർത്ഥിച്ചു, നദിയുള്ള സ്ഥലത്ത് വെള്ളം കൊണ്ട് ആചമിച്ചു. അപ്പം സെൻട്രൽ ഏഷ്യയിൽ അഗ്നി ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. അഗ്നി കൊണ്ട് യാഗവും യജ്ഞവും നടത്തി. ഗ്രീൻലാൻഡിൽ അഗ്നി ഉണ്ടാവുമോ? അഗ്നി കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അന്റാർട്ടിക്കയിൽ അഗ്നി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥലത്തെ ഇത് വെച്ച് നമ്മളൊരു ആചാരം കണ്ടുപിടിച്ചു. ആചാരം അബ്സല്യൂട്ട് അല്ല. ആചാരത്തിൻ്റെ പേരിൽ മനുഷ്യൻ നശിക്കാനും പാടില്ല. ആചാരം വെച്ചിട്ടുണ്ടാക്കിയതാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്. സാർ, ഇവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ മറ്റൊരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞ ബ്ലെസ്സിങ്സ് കിട്ടാൻ എന്ത് ചെയ്യണം? അത് വളരെ വിശാലമായൊരു ചോദ്യമാണ്. നമ്മൾ ചില സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ചെന്ന് ആ ദിശയിലൂടെ പെട്ടു. അപ്പോൾ മഹാവീരനോ ബുദ്ധഭഗവാനോ ഈശ്വരനെ തേടിപ്പോയി, പക്ഷേ അവസാനം ബോധോദയത്തിലൂടെ അവരവിടെ എത്തിച്ചേർന്നു. മറ്റു ചിലർ പഠിച്ച് ധ്യാനത്തിലൂടെയാണ് ഈശ്വരനിൽ എത്തിച്ചേർന്നു. അപ്പോൾ ആശ്രമസ്ഥനായ ഒരു സന്യാസിയെ കൈകിട്ടി, സന്യാസിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. സന്യാസി ഉപദേശിച്ച് അവനെ അതിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതൊന്നും കിട്ടാത്തൊരു മനുഷ്യൻ സ്വയം കണ്ടെത്തുകയാണ്. കബീർ ഒരു ഹിന്ദുവായി ജനിച്ചു, മുസ്ലിം എടുത്ത് വളർത്തി. അദ്ദേഹത്തിന് ഗുരുവൊന്നുമില്ലായിരുന്നു. അദ്ദേഹം സ്വന്തമായി അന്വേഷിച്ച് ഈശ്വരനെ അന്വേഷിച്ചങ്ങ് പോയി ഈശ്വരനിൽ ലയിച്ച് ചേരുകയാണ്. അവസാനം കബീറിന് മനസ്സിലായി ഈ അന്വേഷിച്ച് പോകുമ്പോഴല്ല ഈശ്വരനെ കിട്ടുന്നത്. അതുകൊണ്ടാണ് കബീർ ദോഹ പാടിയത്. തേരാ സായി തുജിമയും ജോം പൂപ്പനുമേയും ബാസ് കസ്തൂരിക്കാ മൃഗജോ പിറുപിറു ഡൂണ്ടേ കാസ്. തേരാ സായി തുജിമയും, നീ ഈശ്വരനെ അന്വേഷിച്ചെങ്കിൽ പോണ്ട, നിൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ട്. കബീർ ഒരു സിമ്പിൾ സിമിലാണ് ഉപയോഗിക്കുന്നത്. ജോം പൂപ്പനുമേയും ബാസ്, പൂക്കളിൽ സുഗന്ധം ഇരിക്കുന്ന പോലെ നിൻ്റെ ഉള്ളിൽ ഈശ്വരനുണ്ട്. എന്നിട്ട് മനുഷ്യൻ കബീർ നമ്മളെ കളിയാക്കാണ്. കസ്തൂരിക്ക മൃഗജോ, കസ്തൂരിമാൻ്റെ ശരീരത്തിൻ്റെ പുറകുവശത്തിലാണ് കസ്തൂരി ഗ്രന്ഥി. അതിൽ നിന്ന് ഒരു തുള്ളി കസ്തൂരി പുറത്തോട്ട് വരുമ്പോൾ നല്ല സുഗന്ധം. ഇതെവിടുന്ന് വരുന്ന അറിയാൻ വേണ്ടി കലമാൻ ലോകം മുഴുവൻ ഓടും. അവസാനം ഓടി അവൻ ക്ഷീണിച്ച് വന്ന് ഇരിക്കും. ഇരിക്കുന്ന എവിടെയാണ്? കസ്തൂരി ഗ്രന്ഥിയുടെ മുകളിലോട്ടാണ് ഇരിക്കുന്നത്. പ്രശ്നഭാഗത്താണ് ഈ കസ്തൂരി ഗ്രന്ഥി ഇരിക്കുന്നത്. വീണ്ടും ഒരു തുള്ളി പുറത്തോട്ട് വരും, കലമാൻ പിന്നെ ഓടുകയാണ്. കബീർ ചോദിക്കുകയാണ്, നിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ തപ്പി നീ എന്തിനാണ് ഈ ലോകം മുഴുവൻ ഓടുന്നത്?
നിൻ്റെ ഉള്ളിലെ ഈശ്വരനെ നീ തന്നെ മനസ്സിലാക്കി കഴിയുമ്പോൾ നീ ഈശ്വരനിലെത്തും. അതുകൊണ്ട് ആചാരവും അന്വേഷണവും ഒക്കെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈശ്വരനിലേക്കും മോക്ഷം കിട്ടും. ഗുരുജി, മെഡിറ്റേഷനിലൂടെ ഈ പറയപ്പെടുന്ന ബ്ലെസ്സിങ്സിലേക്ക് എത്താൻ പറ്റുമോ? ഈ മെഡിറ്റേഷൻ്റെ പ്രശ്നം, നമ്മുടെ സ്പൈനൽ കോഡിന് 8 ഭാഗങ്ങളാണ്. അതിനകത്ത് ഈ യോഗാസനം എന്ന് പറയുന്ന 3-ാം ഘട്ടം മാത്രമേ ഉള്ളൂ. നമ്മളീ കാണുന്ന വലിയ യോഗികളൊക്കെ 3-ാം ഘട്ടം വരെ എത്തിയുള്ളൂ. അതിന് 6, 7, 8 ഘട്ടങ്ങളെത്തുമ്പോഴേക്കും ഈ യോഗാസനവും മെഡിറ്റേഷനും വലിയൊരു രൂപത്തിലെത്തുകയാണ്. അപ്പോൾ ഈ മെഡിറ്റേഷനെയും യോഗാസനങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ട് BBC വേൾഡ് സർവീസ് ഇന്ത്യയിലെത്തി. അവർ മധുരയിൽ ചെന്നു, രാമേന്ദ്ര റാവുവിനെ കണ്ടു. അങ്ങേക്ക് ഈ യോഗാസനത്തിലൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ശരീരത്തെ അവയവങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതേപോലെ പറ്റുമെന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കാണിച്ചു തരാമോ? അതേപോലെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവരെന്ത് ഒരു ECG മെഷീൻ റാവുവിൻ്റെ ശരീരത്തിലൂടെ ഫിറ്റ് ചെയ്തു മധുരയിൽ. അദ്ദേഹം എന്ത് ചെയ്ത് പൾസ് 72, 82, 92, 102, 122, 142. ഡോക്ടർ പറഞ്ഞു, അയ്യോ മരിച്ചു. പുള്ളി പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ മെഡിറ്റേഷനിലൂടെ എൻ്റെ ആ ഇൻവോളണ്ടറി മസിൽസിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാണ്. തിരിച്ച് കാണണമെന്ന് ചോദിച്ചു. അദ്ദേഹം പൾസ് 42, 32, 22, 15 ആക്കിയപ്പോഴത്തേനും ഡോക്ടർമാർ പേടിച്ച് അറ്റാക്ക് ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് റാവു പറഞ്ഞു, നിൻ്റെ ഈ കുന്തം മെഷീൻ ഉണ്ടല്ലോ, നീ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ ECG മെഷീൻ്റെ ഡിഫ്ലക്ഷൻ പോയി സ്ട്രെയിറ്റ് ലൈനായി. സ്ട്രെയിറ്റ് ലൈനായി ആൾ മരിക്കും. ഹാർട്ട് അറ്റാക്കുള്ള രോഗിയുടെ മണ്ടയ്ക്ക് ECG വെച്ചിട്ട് ഈ ലൈൻ സ്ട്രെയിറ്റ് ആകുമ്പോൾ ആൾ ചത്തുപോകും. അയ്യോ ഇയാൾ ചത്തുപോയെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, ശരി എടോ ഞാൻ ചുമ്മാ കാണിച്ചതല്ലേ, നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ECG മെഷീനെ രാമേന്ദ്ര റാവു കൺട്രോൾ ചെയ്യുന്നത് BBC റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ നെറ്റിൽ കയറി ഇത് ചെക്ക് ചെയ്ത് നോക്കി, ഇത് മുഴുവൻ എക്സ്പെരിമെൻറ്റ് BBC റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അത് ഈ മെഡിറ്റേഷനിലൂടെ അല്ലെങ്കിൽ 8 ലെവലിലുള്ള യോഗാസനങ്ങളിലൂടെ അദ്ദേഹത്തെ പോലെ 102 വയസ്സിൽ ജീവിച്ചിരുന്ന ആ സന്യാസി കാണിച്ചു തരുന്ന മാർഗം. ഇത് അത്ഭുതകരമാണ്. രമണ മഹർഷി അത്ഭുതകരമാണ്. രമണ മഹർഷി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇറങ്ങി ഒരു അഗ്നിഗോളമായി പറന്നുപോയി ഭഗവാനെ ലയിച്ച്. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാൾ നിത്യജന എതിയാണ്. ഞാൻ ഊട്ടി ഫേൺഹില്ലിൽ പോയി നിത്യജന എതിയോട് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം കണ്ടത് എന്താണെന്ന്. അപ്പോൾ ആത്മാവിനെ ഒരു അഗ്നിയുടെ രൂപത്തിൽ ഭഗവാൻ ലയിപ്പിക്കുക, അത് ഈ മെഡിറ്റേഷൻ്റെ അങ്ങേ അറ്റത്തെ ഒരു ഭാവമാണ്, അങ്ങേയറ്റത്തെ ഭാവം. നമ്മുടെ ഡൽഹിയിലെ സന്യാസി റഷ്യയിൽ ചെന്നു, സൈബീരിയ കൊണ്ടുപോയി. സൈബീരിയയിൽ -46 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അവിടെ ജനിച്ചു വളർന്ന റഷ്യക്കാർ 8 കമ്പിൾ ഉടുപ്പിട്ട് പുതച്ചിങ്ങനെ നിൽക്കുകയാണ്. മൂക്കിനകത്തുനിന്ന് ബുംബും ഇങ്ങനെ പുക ചാടിക്കൊണ്ടിരിക്കുകയാണ് ഈ തണുപ്പ് കാരണം. സന്യാസിക്ക് ഒരു വേഷമില്ല, വെറും ഒരു മുണ്ടും ഒരു ഷർട്ടും മാത്രം. റഷ്യക്കാർ പറഞ്ഞു, യു വിൽ ഡൈ. ഹീ സെഡ് നോ പ്രോബ്ലം. അദ്ദേഹം വെറും മഞ്ഞൾ -46 ഡിഗ്രിയിൽ ഒരു വസ്ത്രമില്ല, ഒരു മുണ്ടും ഒരു മേൽമുണ്ട് മാത്രം കൊടുത്ത് അദ്ദേഹം അവിടെ നിന്നു. കമ്മ്യൂണിസ്റ്റ് റഷ്യൻ ശാസ്ത്രം ചോദിച്ചു, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ സ്കിന്നിനെ ഞാൻ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്, എൻ്റെ ശരീരത്തിൽ നിന്ന് ചൂട് പുറത്തോട്ട് പോയില്ല, പുറത്തുള്ള തണുപ്പ് എൻ്റെ ശരീരത്തിൽ കയറുകയില്ല. ഇത് മെഡിറ്റേഷൻ്റെ 8ാം ഭാവമാണ്. വേർ യു ക്യാൻ കൺട്രോൾ യുവർ ബോഡി, കൺട്രോൾ യുവർ സ്കിൻ ആൻഡ് കൺട്രോൾ യുവർ ECG മെഷീൻ ഓർ കൺട്രോൾ യുവർ പൾസ് ഓർ യുവർ ഹാർട്ട് റേറ്റ്. ഇതിൻ്റെ ലെവലിൽ ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്ക് 3-ാം ലെവലിൽ മെഡിറ്റേഷന് 3-ാം ലെവലിൽ പോയാൽ തന്നെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടും. ഹിന്ദു എന്ന ലോകത്തിൽ കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവനയാണ് മെഡിറ്റേഷൻ ആൻഡ് യോഗാസന എന്ന് പറയുന്നത്. ഇവിടെ ഒരു മെഡിറ്റേഷൻ ആചാര്യനുള്ളത് കൊണ്ട് തന്നെ തസ്മൈ ഗുരുജിയോട്, ഇത് SMS മെഡിറ്റേഷനിലൂടെ സാധ്യമാണോ?